നമസ്കാരം. കോളേജുകളിലെയും ഹോസ്റ്റലുകളിലെയും റാഗിങ്ങുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. ശരിക്കും അതിൻ്റെ ആവശ്യകതയുണ്ടോ? പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. റാഗിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കുട്ടികളുടെ വീട്ടിൽ വളർത്തുന്ന പ്രശ്നങ്ങൾ വളരുന്ന രീതി അനുസരിച്ചായിരിക്കും അവർ പൊതുസമൂഹത്തോട് പെരുമാറുന്നത്. ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് കുട്ടികളെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നത് തികച്ചും ശരിയായ രീതിയാണ്. ഇതിനെതിരെ സർക്കാരുകൾ കണ്ണടയ്ക്കുന്ന ഒരു നയം പോലെ തോന്നുന്നുണ്ട്. അതെ, തീർച്ചയായും തോന്നുന്നുണ്ട്. ഒരു ഫൺ എലമെൻ്റ് ആയിട്ടാണ് എല്ലാം തുടങ്ങി വെച്ചത്. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും. ആ ലിമിറ്റ് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഉപദ്രവവും മെൻ്റലായിട്ട് പ്രോബ്ലം വരും. അവർ അങ്ങനെ മെൻ്റൽ സ്ട്രെസ് വന്നിട്ട് അവർ ആത്മഹത്യയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. ഒരു ഫൺ കാറ്റഗറി, അതായത് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. അത് സംഘടനയിൽ ചേർന്നില്ല എന്ന് കരുതി അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പ്രവണത ശരിയാണ്. അത് മോശമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യം. അതായത് സംഘടനയിൽ ചേർന്നോ എന്നുള്ളത് അവരെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമില്ല. റാഗിങ് മോശമാണ്, കാരണം ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സീനിയേഴ്സൊക്കെ പിടിച്ചു ചേർത്തിട്ട് അവരെന്ന് വെച്ചാൽ പാട്ട് പാടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഫണ്ണായിട്ടുള്ള കാര്യം. പക്ഷെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. റാഗിങ്ങിൽ ഒരു സംഘടനയുടെ നേതൃത്വം കൂടി വരുമ്പോഴാണോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുന്നതായി തോന്നുന്നത്? അത് ആയിരിക്കും, അങ്ങനെയാണ് ചാൻസ്. കാരണം സപ്പോർട്ടില്ലാതെ ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ അത്രയും ധൈര്യത്തോടെ. ഇത് പൂർണ്ണമായും നിരോധിക്കേണ്ട ആവശ്യകതയുണ്ടോ? തോന്നുന്നുണ്ട്. ഇതിൻ്റെ നിരോധിച്ചില്ലെങ്കിൽ ഇനി പരിധി കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നല്ല ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലായാലും ഇത് ആൻറ്റി റാഗിങ് കമ്മിറ്റിയോ അങ്ങനെ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഈ കോളേജ് വിദ്യാഭ്യാസത്തെ ഈ റാഗിങ് തകർക്കും. കാര്യം ഒരു പരിധി കഴിയുമ്പോൾ ഈ കോളേജുകളിൽ കുട്ടികളെ പഠിക്കാൻ രക്ഷകർത്താക്കൾ വിടൂല. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ തകർക്കും, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടൂല. ഈ സംഘടനയുടെ ശക്തി കൊണ്ടാണോ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ റാഗിങ്ങിന് വിധേയരാക്കുന്നത്? സംഘടനാ ശക്തി തന്നെ. ഒരു ന്യൂനപക്ഷ ആളുകളാണ് ഈ റാഗിങ് നടത്തി ഈ പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികളെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്. എല്ലാ പേരും അതിനില്ല. ഒരു 15 പേര് കൂടിയാൽ മതി ആ വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ സ്ഥിതി മാറ്റിമറിക്കും. ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു തകർച്ചയായിട്ട് റാഗിങ് പോകുമല്ലേ? വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കാലത്തിനേക്കാൾ തകർന്നുകൊണ്ടിരിക്കുകയില്ലേ. റാഗിങ് കോളേജുകളിൽ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അവർക്ക് അവർക്ക് ഈ സംഘടനാപരം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അതേസമയം അവിടെ പഠിക്കുന്ന കുട്ടികളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അവർക്ക് അതിൻ്റെ സപ്പോർട്ട് കിട്ടുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ പ്രവർത്തിയിലേക്ക് പോകുന്നത്. അതുമാത്രമല്ല, ഒരു സംഘടനയിൽ ചേർന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് കോളേജുകൾ കണ്ടുവരുന്നത്. കോളേജിൽ അങ്ങനെയല്ല, ഒരു എന്തിൻ്റെങ്കിലും ഒരു പിന്തുണ ഇല്ലാതെ ഒരു പാർട്ടി അക്രമത്തിന് ഒരുങ്ങിയിറങ്ങത്തില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഇറങ്ങത്തില്ല. എന്തായാലും എൻ്റെ പിന്നിൽ അവർക്കൊരു ബലം കാണും. അപ്പോൾ ഈ റാഗിങ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ തകർക്കുന്ന ഒരു നിലയിലേക്ക് ചെന്ന് പെടില്ലേ? കാരണം രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് അയക്കാൻ തന്നെ ഭയരഹിതരാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പം രക്ഷകർത്താക്കളെ കുട്ടികൾക്ക് തന്നെ പേടിയാണ് കോളേജുകളിൽ പോകാനായിട്ട്. കാര്യം അവർ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ ഇത് കാണുന്നതാണ്. അതുകൊണ്ട് അവർ ഭീതിയോടുകൂടിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം കോളേജുകളിൽ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഉള്ള അധ്യാപകർ, അവിടുത്തെ മേലധികാരികൾ അവർ കർശനമായിട്ട് തടയാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകളാണ് ഇതിലോട്ട് പോകുന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വെറുതെ. സാധാരണയായിട്ട് കുട്ടികൾ ചെന്ന് പരാതി പറഞ്ഞാൽ പോലും അവരെ ആ നിലയ്ക്ക് എടുക്കത്തില്ല. എങ്ങനെയാണ് അത് ഒതുക്കി തീർക്കാനാണ്? ജനറലായിട്ട് ഇതിനൊരു മാറ്റം വരണം എന്നുള്ളതേ പറയാനൊക്കെ ഉള്ളൂ. ഇല്ലാതെ ഒരു സംഘടനയുടെ ഇതാണെന്നൊന്നും നമുക്ക് അറിയില്ല. മാറ്റം വരണം. കാരണം പഴയ ആ ഒരു അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് മാറിയിരിക്കുകയല്ലേ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥരും മേലധികാരികളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും മാറ്റം കുറിക്കാമെന്ന് തോന്നുന്നുണ്ടോ? വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ അവരുടെ ഒരു പഠിത്ത കാര്യങ്ങളിലും ഇതിലൊക്കെ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരും. ഈ അവസ്ഥ വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയല്ലേ. പാവപ്പെട്ട രക്ഷിതാക്കളെ എങ്ങനെയെങ്കിലും കുട്ടികളെ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ഈ രൂപത്തിലുള്ള പൈശാചികമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തി നടത്തുന്ന കുട്ടികളെ തീർച്ചയായിട്ടും അത് അവർക്ക് മാതൃകാപരമായി അവരുടെ ശിക്ഷ നടപ്പാക്കണം. എങ്കിൽ മാത്രമേ ഇനി വരുന്ന തലമുറയ്ക്ക്
വരും തലമുറയ്ക്ക് അത് സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണന്മാർക്ക് രക്ഷിതാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ മക്കളെ എന്താ പറഞ്ഞ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി വിടാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കാര്യം വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള. ഈ രൂപത്തിലുള്ള കാപാലികന്മാരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്നുള്ളതാണ്. മാതാപിതാക്കളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണിത്. ധൈര്യമായിട്ട് മക്കളെ പുറത്തേക്ക് വിടാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള സ്ഥിതിയൊക്കെ കാണുമ്പം പേടിച്ചിട്ടേ അതേ എനിക്കും പറയാനുള്ളൂ. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ നടപ്പാക്കിയെങ്കിൽ മാത്രമേ മറ്റു കുട്ടികൾക്കായാലും ധൈര്യവും ഇതൊക്കെ ഇത്രയും മേലുദ്യോഗസ്ഥന്മാർ അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇതിന് ഉത്തരവാദികളാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിഭയാനകമായിട്ടാണ് റാഗിംഗ് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളും മേലധികാരികളും ഇതിന് ഉത്തരവാദികളാണെന്നാണ് പൊതുജനങ്ങൾ പലരും അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. സാധാരണക്കാരായ ഒരുപാട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമാണ് അവിടെ നിഷേധിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്.